ഗൈസ്, ഇന്നാണെങ്കിൽ ഞങ്ങൾ ആലപ്പുഴ ജിംഖാന കാണാൻ കടപ്പുറയിൽ വന്നതാണ്. 11:15 ഷോയ്. ആലപ്പുഴ ജിംഖാനയുടെയും ബസൂക്കയുടെയും മരണമാസിൻ്റെയും എമ്പുരാൻ്റെ പോസ്റ്റേഴ്സൊക്കെ കാണാൻ പറ്റും ഇവിടെ. ഇത് എൻട്രൻസ് വഴിയിലുള്ള പോസ്റ്റേഴ്സ് കണ്ടോ? ഗുഡ് ബാഡ് അഗ്ലിയും ആലപ്പുഴ ജിംഖാനയുടെയും മറ്റ് സിനിമകളുടെയൊക്കെ പോസ്റ്റേഴ്സ്. ജോക്കുട്ടൻ്റെ കൂടെ ഉള്ളത് അമ്മുവിൻ്റെ ചേച്ചിയുടെ മോനാണ്. അവൻ ചേട്ടായി എന്നാണ് വിളിക്കുന്നത്. രണ്ടുപേരും സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ജോക്കുട്ടാ ഇത് വിളിച്ചപ്പോൾ ഭയങ്കര നാളം കുണിയായിട്ട് നിൽക്കുന്നത് കണ്ടോ? സിനിമ തുടങ്ങാൻ പോവാണ്. ഓക്കെ, സിനിമ കഴിഞ്ഞു. ഭയങ്കരമായിട്ട് രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ടു. ജോക്കുട്ടനാണെങ്കിൽ നല്ലതായിട്ട് എൻജോയ് ചെയ്തു സിനിമ. ഞാൻ വീട്ടിലെത്തിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. സോ അങ്ങനെ ഞങ്ങൾ ആലപ്പുഴ ജിംഖാന കണ്ടിട്ട് എത്തി. സിനിമയെ പറ്റി പറയുവാണെങ്കിൽ ഒരു കളർഫുൾ സ്പോർട്സ് ഫിലിമായിരുന്നു. റോം കോമിനെക്കാട്ടിലും എനിക്ക് ആ ഒരു ആംഗിളാണ് തോന്നിയത്. നല്ല എന്റർടൈനിങ് സിനിമയായിരുന്നു. ഖാലിദ് റഹ്മാനെ പറ്റി കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. അനുരാഗ കാരിക്കിൻ വെള്ളം തൊട്ട് നല്ലൊരു ഫിൽമോഗ്രഫിയാണ് ഖാലിദ് റഹ്മാൻ നമുക്ക് കാഴ്ചവെച്ച് തന്നത്. ഈ സിനിമയും തലുമാല പോലെ ഒരു കളർഫുൾ പടമായിരുന്നു. നസ്ലിന്റെ കുറച്ച് മാനറിസംസ് ഒക്കെ നല്ലതായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. നസ്ലിനെക്കാട്ടിലും എനിക്ക് മറ്റു കഥാപാത്രങ്ങളാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് ആയിട്ട് തോന്നിയത്. നസ്ലിൻ അതിലൊരു പാർട്ട് എന്ന് മാത്രമേ ഉള്ളൂ. മെയിൻ നടനായിട്ട് തോന്നിയില്ല. ഗണപതിയും നല്ലതായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ലുക്മാൻ ഒരു കോച്ചായിട്ട് തോന്നിയില്ല, പക്ഷെ ആ ക്യാരക്ടർ നല്ലതായിരുന്നു. പിന്നെ ബേബി ജീൻ ഉണ്ടായിരുന്നു. ഷിഫാസ് വലുതും ചെറുതും പറഞ്ഞ രണ്ട് കഥാപാത്രങ്ങളുണ്ടായിരുന്നു. സന്ദീപ് പ്രദീപ് ആയിരുന്നു ഷിഫാസ് വലുത്. അത് നല്ല ക്യാരക്ടറായിരുന്നു. അതുപോലെ ഫ്രാങ്കോ ഫ്രാൻസിസ് ആയിരുന്നു ഷിഫാസ് ചെറുത്. അത് നമുക്ക് സിനിമയിൽ നിന്ന് ആ ക്യാരക്ടറും നല്ലതായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഫീമെയിൽ ക്യാരക്ടേഴ്സ് ആണെങ്കിൽ അനഘ രവിയാണ് സ്കോർ ചെയ്തത്. കൂടുതൽ വലിപ്പിക്കുന്നില്ല, ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.